നമസ്കാരം. DJ's ലേണിംഗ് റൂമിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗം കണ്ടു. അതിൽ മെൻ്റൽ ഹെൽത്ത് എന്താണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഏവർക്കും DJ's ലേണിംഗ് റൂമിൻ്റെ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982 ലോഞ്ച് ചെയ്തത്. ഈ വർഷങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിനെ സംബന്ധിച്ച് ഓരോ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമും ആരംഭിച്ച വർഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം 1982 ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവരിലേക്കും തന്നെ മെൻ്റൽ ഹെൽത്ത് കെയർ അവൈലബിൾ ആക്കുക, മാനസിക ആരോഗ്യ പരിപാലനം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് ദിയർ അസോസിയേറ്റഡ് ഡിസബിലിറ്റീസ്. മാനസികപരമായിട്ടും ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സിനെ തടയുക അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകി അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഡിസബിലിറ്റീസിനെ ലിമിറ്റ് ചെയ്യുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. യൂസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ടെക്നോളജി ടു ഇംപ്രൂവ് ജനറൽ ഹെൽത്ത് കെയർ സർവീസ്. പൊതുജന ആരോഗ്യ സംവിധാനത്തിലേക്ക് മാനസിക ആരോഗ്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുക എന്നത് രണ്ടാമത്തെ ലക്ഷ്യമായിരുന്നു. ആപ്ലിക്കേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രിൻസിപ്പിൾസ് ഇൻ ടോട്ടൽ നാഷണൽ ഡെവലപ്മെൻറ്റ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്കറിയാം, ആരോഗ്യമുള്ള ഒരു ജനതയാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി മെൻ്റൽ ഹെൽത്ത് പ്രിൻസിപ്പിൾസ് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ എത്തിക്കുക എന്നത് മറ്റൊരു ലക്ഷ്യമായിരുന്നു. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്. ടു എൻഷുർ അവൈലബിലിറ്റി ഓഫ് മിനിമം മെൻ്റൽ ഹെൽത്ത് കെയർ ഫോർ ഓൾ. എല്ലാവരിലേക്കും ഏറ്റവും കുറഞ്ഞ അളവിലെങ്കിലുമുള്ള മെൻ്റൽ ഹെൽത്ത് കെയർ സർവീസസ് എത്തിക്കുക എന്നതായിരുന്നു. പർട്ടിക്കുലർലി ഫോർ ദ മോസ്റ്റ് വൾണറബിൾ, ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിൽ ഇതുവരെയും സേവനങ്ങളൊന്നും ലഭ്യമാകാത്ത ആളുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ തരത്തിലെങ്കിലും ഈ സേവനങ്ങളെല്ലാം ലഭ്യമാക്കുക. ടു എൻകറേജ് ആപ്ലിക്കേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് നോളജ് ഇൻ ജനറൽ ഹെൽത്ത് കെയർ ആൻഡ് ഇൻ ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സാമൂഹിക വികസനത്തിനും അതുപോലെ തന്നെ പൊതു ആരോഗ്യ സംവിധാനത്തിലേക്കും മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളെ എത്തിച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് അതിനെത്തിക്കുന്നതിനായിട്ടുള്ള പ്രോത്സാഹനം നൽകുക. ടു പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ദ മെൻ്റൽ ഹെൽത്ത് സർവീസ്. മാനസിക ആരോഗ്യ സേവനങ്ങളിൽ നമുക്കറിയാം പൊതുജന ആരോഗ്യ പങ്കാളിത്തം വളരെ കുറവായിരിക്കും. കാരണം എല്ലാവർക്കും അതിനോടൊരു സ്റ്റിഗ്മ ഫീലുണ്ട്. അത് അവോയ്ഡ് ചെയ്യുവാനായിട്ട് സമൂഹത്തെ ഒന്നടങ്കം ഈ പ്രവർത്തനങ്ങളിലേക്കെല്ലാം കൊണ്ടുവരുന്നതിനായിട്ടുള്ള പ്രോത്സാഹന പ്രവർത്തനങ്ങൾ നടത്തുക. സ്ട്രാറ്റജീസ്. ഇൻ്റഗ്രേഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് വിത്ത് പ്രൈമറി ഹെൽത്ത് കെയർ ത്രൂ നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. NMHP വഴിയായി പ്രാഥമിക ആരോഗ്യ സംവിധാനത്തിലേക്ക് മെൻ്റൽ ഹെൽത്തിനെ എത്തിക്കുക. പ്രൊവിഷൻ ഓഫ് ടെർഷറി കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. മാനസിക ആരോഗ്യ ചികിത്സയ്ക്കായി ടെർഷറി കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടപ്പിൽ വരുത്തുക. ഇറാഡിക്കേറ്റിംഗ് സ്റ്റിഗ്മൈറ്റൈസേഷൻ ഓഫ് മെൻ്റലി ഇൽ പേഷ്യൻ്റ്, പ്രൊട്ടക്റ്റിംഗ് ദെയർ റൈറ്റ്സ്. സമൂഹം പലപ്പോഴും ഇങ്ങനെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോട് ഒരു സ്റ്റിഗ്മ ഫീൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്ത് മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള അവകാശങ്ങളെ നേടിയെടുക്കുന്നതിനായിട്ട് ഉള്ള സഹായങ്ങൾ നൽകുക. ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം കമ്പോണൻസ്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ഓരോ ജില്ലാ തലത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം വഴിയായി എന്തൊക്കെ സേവനങ്ങളാണ് നൽകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ്? ട്രെയിനിങ് പ്രോഗ്രാംസ്, പബ്ലിക് എഡ്യൂക്കേഷൻ ടു ഇൻക്രീസ് അവെയർനെസ് ആൻഡ് ടു റെഡ്യൂസ് സ്റ്റിഗ്മ മാറ്റുന്നതിനായിട്ട്, അതുപോലെ തന്നെ പബ്ലിക് അവെയർനെസ്സിനായിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുക.
early detection and treatment, providing data and experience to state and center for future planning and research. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഫീൽഡിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഡാറ്റാസ് കളക്ട് ചെയ്ത് അത് കീപ്പ് ചെയ്യുക. ഫ്യൂച്ചർ പ്ലാനിങ്സിന് ഇതുപോലെ തന്നെ പല ദേശീയ ആരോഗ്യ പദ്ധതികൾക്കുമായിട്ട് ഇത്തരത്തിലുള്ള റിസർച്ചസിനായിട്ട് ഈ പറയുന്ന ഡാറ്റ കളക്ഷൻ നടത്തുന്നതിനൊക്കെ ആയിട്ടായിരുന്നു ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം മുൻഗണന കൊടുത്തത്. ആക്ടിവിറ്റീസ് ഫോർ പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത്. ഡിസ്ട്രിക്ട് മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ കീഴിലുള്ള പോസിറ്റീവ് മെൻ്റൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? സ്കൂൾ മെൻ്റൽ ഹെൽത്ത് സർവീസസ്, ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് സർവീസസ് എക്സെട്ര. മെൻ്റൽ ഹെൽത്തിനെ സംബന്ധിച്ച് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കണ്ടു. കോളേജ് കൗൺസിലിംഗ് സർവീസസ് ത്രൂ ട്രെയിൻഡ് ടീച്ചേഴ്സ് ഓർ കൗൺസിലേഴ്സ്. എല്ലായിടത്തും കൗൺസിലേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് അവരെ ചുമതലപ്പെടുത്തുക. വർക്ക് പ്ലേസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്കൂള് കോളേജ് മാത്രമല്ല വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റിനായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നു. സൂയിസൈഡ് പ്രിവെൻഷൻ സർവീസസ്, കൗൺസിലിംഗ് സെൻറ്റർ അറ്റ് ഡിസ്ട്രിക്ട് IEC ഹെൽപ്പ് ലൈൻസ് എക്സെട്ര. ജില്ലാതലത്തിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അവെയർനെസ് കൊടുക്കുക. അവർക്ക് എപ്പോഴും ബന്ധപ്പെടാവുന്ന തരത്തിൽ ഹെൽപ്പ് ലൈൻസ് ഒക്കെ അവൈലബിൾ ആക്കി സൂയിസൈഡ് പ്രിവെൻഷൻ സർവീസസും ഇതുവഴി നടത്തപ്പെടുന്നു. മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 2013 അവതരിപ്പിക്കപ്പെട്ട മെൻ്റൽ ഹെൽത്ത് കെയർ ബിൽ 2017 ആക്ടായി മാറി. ഈ ആക്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് മെൻ്റൽ ഇൽനെസ്. മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്കുള്ള അവകാശങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുക, അവർക്ക് കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വം ലഭിക്കുന്നതിനായിട്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലായിക്കോട്ടെ പബ്ലിക് ലെവലിലായിക്കോട്ടെ. ആശുപത്രികളിലൊക്കെ മാനസികാരോഗ്യം നേരിടുന്നവർ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ ബില്ലിൻ്റെ ഒരു ഉദ്ദേശം. ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ, കൃത്യമായിട്ടുള്ള ചികിത്സയും പുനരധിവാസവും അവർക്ക് ലഭ്യമാകുന്നതിനായിട്ടുള്ള നടപടികൾ. ടു റെഗുലേറ്റ് ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് മെൻ്റൽ ഹെൽത്ത് കെയർ സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു പല ആശുപത്രികളിലുമൊക്കെയുള്ള ഇഷ്യൂസ്, അതെല്ലാം ഒരു നിയന്ത്രിതമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക. സൂയിസൈഡ് ഹാസ് ബീൻ ഡീക്രിമിനലൈസ്ഡ്. 2017 ഈ ബില്ല് വരുന്നതുവരെ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. എന്നാൽ ഈ ബില്ല് വന്നതോടുകൂടി അതൊരു ക്രിമിനൽ കുറ്റമല്ലാതായി മാറി. കാരണം ഇതൊരു മാനസിക ആരോഗ്യ പ്രശ്നമാണ് എന്ന ഉത്തമ ബോധ്യത്തിന്മേലായിരുന്നു അത്. നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡ്രഗ് അഡിക്ട്സ് ആൻഡ് ദെയർ മോട്ടിവേഷൻ ഫോർ ഡീടോക്സിഫിക്കേഷൻ. നമ്മുടെ ഫീൽഡ് പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഇതുപോലെയുള്ള ഡ്രഗ് അഡിക്ട്സിനെയൊക്കെ കണ്ടെത്തി അവർക്ക് ഡീടോക്സിഫിക്കേഷനായിട്ടുള്ള പ്രചോദനം നൽകുക. റിഹാബിലിറ്റേഷൻ, ആവശ്യമായ പുനരധിവാസ പ്രക്രിയ വേണ്ടതെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് നൽകുക. ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ സൈക്കോതെറാപ്പി. മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആഫ്റ്റർ കെയർ സർവീസ് ഇൻക്ലൂഡിംഗ് കൗൺസിലിംഗ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ 2021 2021 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ഒക്ടോബർ 10 സൺഡേയിലാണ്. ഈ തീമൊന്ന് ഓർത്തു വെക്കാം. മെൻ്റൽ ഹെൽത്ത് ഇൻ ആൻ അൺഈക്വൽ വേൾഡ്. ലോകമെന്ന് പറയുന്നത് തന്നെ ഒരു അസമത്വം നിറഞ്ഞതാണ്. ആ അസമത്വത്തിനിടയിൽ മെൻ്റൽ ഹെൽത്ത് മറ്റൊരു അസമത്വമായി മാറാതിരിക്കട്ടെ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇത് നമ്മുടെ സിലബസിന് വളരെ കുറഞ്ഞ ഒരു പോർഷനാണ്. എന്നാൽ തന്നെയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോർഷനാണ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. എല്ലാവരും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊരു അധ്യായത്തിൽ അടുത്ത ക്ലാസ്സുമായി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഇറ്റ്സ് ഡെല്ലസ് ജോസഫ് ഫ്രം DJS ലേണിംഗ് ഗ്രൂപ്പ്. താങ്ക് യു.